എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം. കേരള സർക്കാരിന് കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതുമാണ്. നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. SC, ST, OBC കാറ്റഗറിക്ക് യൂഷ്വൽ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അനിവാര്യമാണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇനി പറയുന്നത്. ഹൈറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്ററും SC, ST കാൻഡിഡേറ്റ്സിന് 160 സെൻറ്റിമീറ്ററുമാണ്. വെയ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 50 kg, SC, ST കാൻഡിഡേറ്റ്സിന് 48 kg ആണ്. ചെസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 81 സെൻറ്റിമീറ്ററും SC, ST കാൻഡിഡേറ്റ്സിന് 76 സെൻറ്റിമീറ്ററുമാണ്. ചെസ്റ്റ് എക്സ്പാൻഷൻ ജനറൽ കാൻഡിഡേറ്റ്സിനും SC, ST കാൻഡിഡേറ്റ്സിനും 5 സെൻറ്റിമീറ്ററാണ്. കൂടാതെ സ്വിമ്മിങ്ങും അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പരിശോധനയ്ക്ക് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 8 ഐറ്റങ്ങളിൽ 5 ഐറ്റത്തിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയും വേണം. ഫിസിക്കൽ മെഷർമെൻ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. റിട്ടൺ എക്സാമിൻ്റെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 11/1/2025 ആണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.keralapsc.gov.in ആണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരമായി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.